അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ മുഖ്തസറിൻ്റെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. എല്ലാ വിദ്യാർത്ഥികളും കിതാബ് മുമ്പിൽ വെച്ചുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കണമെന്ന് നിങ്ങളെ ആമുഖമായി ഉണർത്തുകയാണ്. അപ്പം നമ്മൾ ലഫ്ദിയായ തഹ്സീന് വുജൂഹുൽ കലാമിൽ റദ്ദുൽ അജ്സി അല സ്വദ്രി എന്ന് പറയുന്ന ഭാഗത്തിലാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഒന്നില്ലെങ്കിൽ ലഫ്ദൈനി മുത്തക്കറൈനി ആവാം, മുത്തജാനിസൈനി ആവാം, മുൽഹിഖൈനി ആവാം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതെവിടെയൊക്കെ വരിക എന്നുള്ളത് പറഞ്ഞു. അതിന് മുഖറൈനിക്ക് നമ്മൾ ഉദാഹരണം പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ പറയുന്നത് മുത്തജാനിസൈനിക്കുള്ള ഉദാഹരണമാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഖൗലുഹു ദഅനി മിൻ മലാമിക സഫാഹ ഫദഅഇ ശൗഖി ഖബലകുമാ ദഅനി. ഖൗലുഹു ഒരു കവിയുടെ വാക്ക്. ദഅനി നിങ്ങൾ രണ്ടാളും എന്നെ ഒഴിവാക്കൂ. തുറുക്കാനി ലെറ്റ്മി എന്നർത്ഥം. ലെറ്റ്മി എന്നർത്ഥത്തിനാട്ടോ എന്നെ നിങ്ങൾ ഒഴിവാക്കൂ. മിൻ മലാമിക്കുമാ നിങ്ങളുടെ ആക്ഷേപത്തിൽ നിന്നും, സഫാഹൻ വിഡ്ഢിത്തമായിട്ട്, ഖഫത്തൻ ഖില്ലത്തിൽ അഖലി എന്നർത്ഥം. അപ്പോൾ വിഡ്ഢിത്തരമായി കൊണ്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതിന് നിങ്ങൾ എന്നെ ഒഴിവാക്കൂ. ഫദാഇയ ഷൗഖി ഇഷ്ടം, പ്രേമം എന്ന് പറയുന്ന അതിൻ്റെ പ്രേരകം കബലക്കുമാ നിങ്ങൾ രണ്ടാളുടെയും മുമ്പ് ദഅനി എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, എന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മിൻ ദുആഇ ദഅനി എന്നെ വിളിച്ചിട്ടുണ്ട്. മറ്റേത് ഒഴിവാക്കുക എന്നർത്ഥം, ഇവിടെ ദുആ എന്നർത്ഥം. ജിനാസാണ് കണ്ടില്ലേ. വഹാദ അപ്പോൾ ഈ പറഞ്ഞത് ഫമാ യക്കൂൻ മുത്തജാനിസുൽ ആഖറു മറ്റേ മുത്തജാനിസ് ഫി സുദരി മിസ്രാഇൽ അവലി. ഒന്ന് ദഅനി എന്ന് ഒന്നാമത്തെ ഭാഗത്തിലെ തുടക്കത്തിലും, മറ്റേത് പിന്നെ എന്തായാലും കവിതയുടെ ലാസ്റ്റാണ് ഉണ്ടാവുക. പിന്നെ ആദ്യത്തെ എവിടെ വരിക എന്നുള്ളതാണ് ചർച്ച. അപ്പം അതിൽ തുടക്കത്തിൽ ഒന്നേ ഉദാഹരണം, ഇനി നടുവിലും ലാസ്റ്റിലൊരു ഉദാഹരണം. വഖൗലുഹു വൈദൽ ബലാബിലു അഫ്സഹത് ബിലുഗാതിഹ അഫൻ ഫിൽ ബലാബില ബിഹ്തിസാബിൽ ബലാബിലി. വൈദൽ ബലാബിലു ജമ്മു ബുൽബുൽ, ബുൽബുൽ ജമ്മാണ് നമ്മളുടെ മരംകൊത്തി. ഒവ്വ ത്വായിർ മഅറൂഫിന് അറിയപ്പെട്ട പക്ഷി ഉണ്ടല്ലോ മരക്കൊത്തി, അതിൻ്റെ ജമ്മാണ്. മരംകൊത്തികൾ അഫ്സഹത്ത് ബിലുഗാതിഹ അതിൻ്റെ ഭാഷ കൊണ്ട് തന്നെ, അതിൻ്റെ ഈണങ്ങളെ കൊണ്ട് അത് സാഹിത്യത്തിൽ പാടിയെന്നാണ്. അഫ്സഹത്ത് അത് വളരെ സാഹിത്യത്തിൽ പറഞ്ഞു. ബിലുഗാതിഹ അതിൻ്റെ ഭാഷ കൊണ്ട് എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈണങ്ങളാണ്, അതിൻ്റെ രാഗങ്ങളാണ്, അതിൻ്റെ മൂളലുകളാണ്. അതാണ് ഉദ്ദേശിച്ചത്. ഫംഫിൽ ബലാബില, ഫംഫി അപ്പം നീ ഇല്ലാതെയാക്കുക. അതങ്ങനെ ഫംഫി അതില്ലാതെയാക്കി. അൽ ബലാബില എന്തിന്, ദുഃഖങ്ങളെന്നാണ്. ജമ്മു ബൽബാൽ, ഈ ബലാബിൽ എന്നുള്ളത് ബൽബാലിൻ്റെ ജമ്മാണ്. വവൽ ഹുസ്നു, ഹുസ്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ആ രാഗങ്ങളിൽ വന്നപ്പോൾ ദുഃഖങ്ങളില്ലാതെയായി. എങ്ങനെ, ബിഹ്തിസാഇൽ ബലാബിൽ, ബലാബിൽ കുടിച്ചുകൊണ്ട് എന്നാ. ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ ഷുർബ് എന്നാ, കുടിച്ചു കാരണം കൊണ്ട്. അൽ ബലാബിൽ ആ ബലാബിൽ എന്താ, ജമ്മു ബുൽബുലത്തിന് ജമ്മാണ്. ബിൽ ലമ്മി. ഒവ്വ ഇബ്രീക്കും ഫീൽ ഹംറ് എന്നാ, കള്ളുള്ള കോപ്പക്കാണ് ബുൽബുലത്ത് എന്ന് പറയാം. അപ്പോൾ ആ കള്ളും കോപ്പ കുടിച്ചത് കൊണ്ട് ആ ദുഃഖങ്ങളൊക്കെ അതില്ലാതെയാക്കി. അപ്പോൾ അവിടെ നോക്കി. അപ്പോൾ ഫഹാദ ഈ ഉദാഹരണം ഫമാ യക്കൂനുൽ മുത്തജാനിസുൽ ആഖറു മറ്റേ മുത്തജാനിസ് ഉള്ളത് ഐനിയൽ ബലാബിൽ എന്നുള്ളതാണ്. അൽ അവൽ ഒന്നാമത്തെ ബലാബിൽ ഫി ഹഷ്വിൽ മസ്രായിൽ അവലി ഒന്നാമത്തെ ഭാഗത്തിൻ്റെ നടുവിലാണ് അല്ലേ. ലാ സ്വദ്രിഹി എവിടെയല്ല, അതിന് തുടക്കത്തിലല്ല. കാരണം ലി അന്ന സ്വദ്റഹു കാരണം ആ ഒന്നാമത്തെ ഭാഗത്തിൻ്റെ വരിയുടെ തുടക്കം എന്ന് പറയുന്നത് ഖൗലു വഇദ എന്നുള്ള വാക്കാണ്. കണ്ടില്ലേ, വഇദൽ ബലാബിലു എന്നല്ലേ. അപ്പോൾ ഇദ എന്നുള്ളതാണ് തുടക്കത്തിലുള്ളത്. അപ്പോൾ പിന്നെ ഹഷ്വിലാണ്, നടുവിലാണ്, മധ്യത്തിലാണ് അർത്ഥം. അപ്പോൾ ഒരു വാക്ക് മധ്യത്തിലും അതിന് മുത്തജാനിസൈനിയായ വാക്ക് മറ്റേ ലാസ്റ്റിലും വന്നു. അതിന് ഉദാഹരണം പറഞ്ഞു. ഇനി വഖൗലുഹു ഫമഅശൂഫും ബിആയാത്തിൽ മസാനി വമഫ്തൂനും ബിറന്നാത്തിൽ മസാനി. ഫമഅശൂഫുൻ അപ്പോൾ വല്ലാതെ ആഗ്രഹിക്കുന്നവൻ, ഇഷ്ടം പ്രകടിപ്പിക്കുന്നവൻ, ബി ആയാത്തിൽ മസാനി ഖുർആനിൻ്റെ ആയത്തുകളോട്, വമഫ്തൂനുൻ അവൻ ഫിത്നയിലാക്കപ്പെടുന്നവനാണ്, ബിറന്നാത്തിൽ മസാനി മസാനിയുടെ ഈണങ്ങളെ കൊണ്ട്. മറ്റേ നമ്മളെ ഇതുണ്ടല്ലോ എന്ത് വീണയുടെ ആ രാഗങ്ങൾ, അതിൻ്റെ ആ ശബ്ദങ്ങൾ, അതിൻ്റെ ആ ഈണങ്ങളെ കൊണ്ട് ഫിത്നയിലാക്കപ്പെട്ടു. അപ്പോൾ ഒന്നാമത്തെ മസാനി ഖുർആനാണ്, രണ്ടാമത്തെ മസാനി ഈ വീണയുടെ രാഗങ്ങളാണ്. കണ്ടില്ലേ മാറ്റം. അപ്പോൾ അത്
ഐ മസാബിൾ റന്നാത്തുൽ മസാനി എന്ന് പറഞ്ഞാൽ ബിനഗമാത്തി ഔത്താരിൽ മസാമീരീന, നഗമാത്ത് രാഗങ്ങൾ, അൽ ഔത്താരി നാരുകളുടെ, അൽ മസാമീർ വീണയുടെ നാരുകളുടെ രാഗങ്ങൾ, അല്ലത്തി എങ്ങനത്തെ മിസ്മാറിൽ ഔത്താറുൽ മിസ്മാറാണ് ലുമ്മ ത്വാക്കും മിൻഹ, അതിൽ നിന്നിട്ട് ഒരു നാരിനെ കൂട്ടിച്ച് യോജിപ്പിക്കും ഇലാമ ത്വാക്ക് മറ്റൊന്നിലേക്ക്. നിങ്ങൾ വീണ കണ്ടിട്ടുണ്ടാവും ഒരുപാട് നാരുകളും ഉണ്ടാവും. ആ നാരിനെ ഇങ്ങനെ ഒന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴാണ് ആ ശബ്ദങ്ങൾ പുറപ്പെടുക അല്ലേ. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ആ രാഗങ്ങളെ കൊണ്ട് ഒന്ന് ഫിത്നയിലാക്കപ്പെട്ടു. വഹാദ ഈ ബൈത്ത് നോക്കൂ, ഫമാ യക്കൂനുൽ മുത്തജാനിസുൽ ആഖറു, ആ ഒരു മുത്തജാനിസ് മറ്റേ മുത്തജാനിസ് ഉള്ളത് ഫി ആഖിരിൽ മിസ്റായിൽ അവലി, ഒന്നാമത്തെ ബൈത്തിൻ്റെ ആ അവസാന ഭാഗത്തിലാണ് മസാനി. മറ്റേ മസാനി ഇവിടെ രണ്ടും മുത്തജാനിസ് രണ്ടർത്ഥമാണല്ലോ. ഇനി വഖൗലുഹു വേറൊരു കവിൻ്റെ വാക്ക്, അമൽത്തുഹും അമ്മൽത്തുഹും സുമ്മത അമ്മൽത്തുഹും ഫലാഹലി അൻ ലൈസ ഫീഹിം ഫലാഹു. കണ്ടില്ലേ, അമ്മൽത്തുഹും ഞാൻ അവരെ ആഗ്രഹിച്ചു, അവരെ വിഷയത്തിൽ ഞാൻ വലിയ താല്പര്യം പ്രകടിപ്പിച്ചു. പിന്നത്തെ അമ്മൽത്തുഹും ഞാൻ അവരെ വിഷയത്തിൽ ഞാൻ ചിന്തിച്ചു. അപ്പം ഞാൻ അവരിൽ നിന്ന് നന്മ കിട്ടും ഹൈർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അതാണ് അമ്മൽത്തു എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ അവരെ വിഷയത്തിലൊന്ന് ചിന്തിച്ചു, അവരെ അവസ്ഥകളൊക്കെ ഒന്ന് ചിന്തിച്ചപ്പോൾ ഫലാഹലി, അപ്പം എനിക്ക് വെളിവായല്ലോ, ഫലാഹലി എനിക്ക് വെളിവായി അല്ലൈ സഫീഹിം അവരിലില്ല ഫലാഹുൻ ഒരു വിജയവുമില്ല എന്ന് വെളിവായി എന്നാ ഫൗസുൻ വനാജാഹു എന്നർത്ഥം. വഹാദ ഈ ബൈത്തോ ഫമാ യക്കൂനുൽ മുത്തജാനിസുൽ ആഹറു, മറ്റേ മുത്തജാനിസ് ഇവിടെ ജിനാസത്ത് വന്ന വാക്ക് മറ്റേതുള്ളത് ഫി സ്വദായ മിസ്രി ഥാനിയണ്ടില്ലേ രണ്ടാമത്തെ മിസ്രാൻ്റെ തുടക്കത്തില ഫലാഹ ഫലാഹുൻ, അത് രണ്ടാണ് ഇപ്പോൾ വിഷയം അല്ലേ. അത് രണ്ടാമത്തെ മിസ്രാൻ്റെ തുടക്കത്തിലും മറ്റേത് അതിൻ്റെ ലാസ്റ്റും. അപ്പം ഇങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി വക്കോലുഹു, അപ്പോൾ ഇതിപ്പോൾ ഏതാണ്, ഇത് മുത്തജാനിസേന് ഉദാഹരണം 4 പറഞ്ഞു. ആദ്യത്തെ കവിതൻ്റെ ആദ്യത്തിലും രണ്ടാമത്തെ കവിതൻ്റെ ലാസ്റ്റിലും, പിന്നെ ആദ്യത്തെ വരിൻ്റെ നടുവിലും അവസാനം രണ്ടാമത്തെ വരിൻ്റെ ലാസ്റ്റും, ആദ്യത്തെ വരിൻ്റെ ലാസ്റ്റും ഇതിൻ്റെ ലാസ്റ്റും, പിന്നെ ഈ രണ്ടാമത്തെ വരിൻ്റെ ഫസ്റ്റിലും ലാസ്റ്റിലുമായിട്ട്, അങ്ങനെ 4 ഉദാഹരണം. ഇനി പറയാൻ പോണത് ഇഷ്തിഖാക്കിനുള്ള അല്ലേ, ഈ മുൽഹക്കായി അതിനോട് മുത്തജാനിസിനോട് മുൽഹക്കാക്ക് 2 സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ മുമ്പ് പഠിച്ചു പോയെ, ഇഷ്തിഖാക്കും ഷിബുൽ ഇഷ്തിഖാക്കും, അതിൻ്റെ ഉദാഹരണങ്ങളാണ്. وقوله ضرائب أبدعتها في السماء فلسنا نرى لك فيها ضريبا. ضرائب جمع ضريبة, ضريبത്തിന് ജമാണ് ضرائب وهو الطبيعة, അത് പ്രകൃതി എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലത്തി ضريبത്തിൽ الرجل ഒരു മനുഷ്യന് വേണ്ടി ഊട്ടപ്പെട്ട തൊബിയാലി അതിൻ്റെ മേൽ അവനെ എന്തായിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അങ്ങനത്തെ അവൻ്റെ പ്രകൃതിയാലുള്ള അവൻ്റെ സ്വഭാവം എന്നർത്ഥം പ്രകൃതി. അബ്ദഅത്ഹ ആ പ്രകൃതി എന്തായത് ഉണ്ടാക്കിയിരിക്കുന്നു ഫിസ് സമാഹി ഔദാര്യത്തിൽ, ഫലസ്ന അപ്പം അവൻ്റെ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടത് ഔദാര്യത്തിലായിക്കൊണ്ട് അവൻ വലിയ ഔദാര്യവാനാണെന്ന് അർത്ഥം, വലിയ ഔദാര്യമതിയായ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഔദാര്യം എല്ലാവർക്കും ഉണ്ടാവില്ല, അദ്ദേഹത്തെ പ്രകൃതിപരമായി അങ്ങനെയാണ് അർത്ഥം. വലസ്നാനറ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല ലക്ക താങ്കൾക്ക് ഫിഹ ആ ഔദാര്യത്തിൽ ലരീബൻ ഒരു തുല്യനെയും കണ്ടിട്ടില്ല. കണ്ടോ ലറായിബ് ലരീബ് അത് രണ്ടാമത്തെ വിഷയം. അപ്പോൾ ലറായിബ് എന്നുള്ളത് ആദ്യത്തിൽ വന്നു. ലരീബ് എന്ന മസരൻ നിങ്ങളെപ്പോലത്തെ ഒരു ഉദാഹരണം ഉപമ ഞങ്ങൾ കണ്ടിട്ടില്ല തുല്യൻ. ഓ അസ്ലുഹു ഇതിൻ്റെ അസ്ല് അൽ മസലുഫി ലർബിൽ ഖിദാഹിന, നമ്മളെ ചതുര കളി ഉണ്ടല്ലോ അതിലുള്ളൊരു കരുവാണ് ഖിദാഹ്, അതിൻ്റെ മഹുലു അത് കൂടിക്കലർന്നതിൽ നിന്നുള്ള മസല് എന്നാണ് ശരിക്കും ഇവിടെ മസലിൻ്റെ അസലുള്ളത്. അപ്പോൾ തുല്യമായത് അതുപോലത്തെ നിൽക്കാൻ അർത്ഥം. വഹാദ ഈ ബൈത്ത് ഫമാ യക്കൂനുൽ മുൽഹഖു കണ്ടോ മുൽഹഖുള്ളത് ഇഷ്തിഖാക്കായിട്ട് വന്നതിനർത്ഥം. മുൽഹഖുൽ ആഖിറു ബിൽ മുത്തജാനിസൈൻ ഇഷ്തിഖാക്കൻ എന്ന നിലക്ക് മുത്തജാനിസിനോട് ചേർക്കപ്പെട്ടതിൽ അതിലും ആ ഒരു വാക്കുള്ളത് ഫി സദറിൽ മിസ്രായിൽ അവലി ഒന്നാം മിസ്രായിൻ്റെ തുടക്കത്തിലാണ് ലറായിബ് എന്നുള്ളത്, മറ്റേത് ലാസ്റ്റ് ലരീബ്. വഖൗലുഹു മറ്റുദാഹരണം നടുവിലും ലാസ്റ്റും അതിന് ഉദാഹരണം. ഖൗലുഹു വേറെ കവിൻ്റെ വാക്ക് ഇദൽ മർഉ ലം യഖ്സുൻ അലൈഹി ലിസാനുഹു ഫലൈസ അലാ ഷൈഇൻ സിവാഹു ബിഖസാനി. ഇദൽ മർഉ ഒരു മനുഷ്യനാണെങ്കിൽ ലം യഖ്സുൻ അവൻ ദുഃഖിക്കുന്നില്ലെങ്കിൽ അലൈഹി അവൻ്റെ മേൽ ലിസാനു അവൻ്റെ നാവ് ഫലൈസ അലാ ഷൈഇൻ സിവാഹു ബിഖസാനിൻ വലൈസ അവനല്ല അലാ ഷൈഇൻ ഒന്നിൻ്റെ മേലും സിവാഹു ആ നാവല്ലാത്ത മറ്റൊന്നിൻ്റെ മേലും ബിഖസാനിൻ വല്ലാതെ ദുഃഖിക്കുന്നവനല്ല. അപ്പോൾ ഫൈദാലം യഹ്ഫദുൽ മർഉ ലിസാനോ ഇവിടെ നാവിൻ്റെ മേൽ ദുഃഖിക്കാൻ എന്താ നാവിനെ അവൻ സൂക്ഷിക്കുന്നില്ലെങ്കിൽ നടത്തും അല്ല നഫ്സി സ്വന്തം നഫ്സിൻ്റെ മേൽ നാവിനെ അവൻ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ മയഊദു ലർറുലഹി ആ നാവിൻ്റെ ലർറ അവനക്ക് വരൂല, അപ്പോൾ അതിനെ അവൻ സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഫലാ യഹ്ഫദു വലാ ഗൈരിഹി അപ്പോൾ സ്വന്തം നാവിൻ്റെ ലർറ സ്വന്തം വരുന്നത് അവൻ തടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഫലാ യഹ്ഫദുഹു അവൻ ആ ലർറിനെ തടുക്കൂല അലാ ഗൈരി മറ്റൊരുത്തൻ്റെ മേൽ മിമ്മാ ലാ ലർറ ലഹു ഫീഹി കാരണം അവനക്ക് മറ്റൊരുത്തനക്ക് ബുദ്ധിമുട്ടത്തിന് അവനക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ, അവൻ്റെ മേലിൽ അവൻ്റെ നാവ് കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടിനെ അവൻ തടുക്കുന്നില്ലെങ്കിൽ അത് സൂക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ അവൻ്റെ നാവ് കൊണ്ട് മറ്റൊരുത്തനക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അവനക്ക് അത് കുഴപ്പമില്ലല്ലോ, അതൊരിക്കലും എന്താവില്ല അവൻ സൂക്ഷിക്കൂല എന്നപ്പോൾ വാക്കിൻ്റെ ആശയം. ഏതായാലും വഹാദ ഈ പറഞ്ഞ കവിത
മിമ്മ ഒന്നിൽപ്പെട്ടതാണ് യക്കൂനുൽ മുൽഹക്കുൽ ആഹർ ഇഷ്തികാക്കൻ മുത്തജാനിസിനിയോട് ഇഷ്തികാക്കൻ എന്ന നിലയ്ക്ക് ചേർക്കപ്പെട്ട ഈ സാധനം അത് എവിടെ വന്നിട്ടുണ്ട് ഫിയാഷ്വിൽ മിസ്രായിൽ അവലി ഒന്നാം മിസ്രായിൻ്റെ നടുവിൽ ലം യഹ്സുൻ എന്ന് പറഞ്ഞു കൊടുത്ത് മറ്റോടത്ത് പിന്നെ ഹസാൻ ലാസ്റ്റ് ഉണ്ട്. ഇനി അടുത്ത ഉദാഹരണം വഖൗലുഹു വേറൊരു കവിൻ്റെ ഉദാഹരണം ലൗ ഇഖ്തസർതും മിനൽ ഇഹ്സാനി സുർതുക്കും വൽ അദ്ബു യഹ്ജുറു ലിൽ ഇഫ്റാത്തി ഫിൽ ഖസ്രി. ലൗ ഇഖ്തസർതും നിങ്ങൾ ചുരുക്കുകയാണെങ്കിൽ മിനൽ ഇഹ്സാനി നന്മ ചെയ്യൽ ചുരുക്കുകയാണെങ്കിൽ സുർത്തുക്കും ഞാൻ നിങ്ങളെ സന്ദർശിക്കും. വൽ അദ്ബു ഏറ്റവും ശുദ്ധമായ വെള്ളം മിനൽ മായി അതെന്താ നന്മ ചെയ്യുന്നവർക്കല്ലേ നമ്മൾ പോകേണ്ടത്, ചെയ്യാത്തടത്ത് പോണ്. അപ്പം അതിന് ഇത് പറയാണ് വൽ അദ്ബു മിനൽ മായി വെള്ളത്തിൽ നിന്നും ശുദ്ധമായത് യഹ്ജുറു അത് ഒഴിവാക്കും ലിൽ ഇഫ്രാത്തി അത് ഓവറാകലിന് ഒഴിവാക്കും. ഇവർ നല്ല നന്മ ചെയ്താൽ അത് ഓവറാകുന്ന അർത്ഥം. ഫിൽ ഹിസ്രി അതിൻ്റെ തണുപ്പിൽ ഐ ഫിൽ ബുർദി അതിൻ്റെ തണുപ്പിൽ അത് പരിധി വിടലിനെ അത് വെടിയുന്നതായിട്ട് കാണാം. ഇനി എന്താണ് കവി ഉദ്ദേശിച്ചത്? അന്നബാദി അൻകും അന്നബാദി എൻഷ്യം എൻ്റെ ശേഷം അൻകും നിങ്ങളെ തൊട്ടിൽ കെസറത്തെ ഇനാമിക്കും അലയ്യ നിങ്ങൾ ഒരുപാട് നന്മ എനിക്ക് ചെയ്ത കാരണം കൊണ്ട് ഒക്കെ തവഹമബാദവും ചില ആളുകൾ തെറ്റിദ്ധരിച്ചു അല്ലേ, അത് വേറെ വിഷയമാണ്. അപ്പം അങ്ങനെ അപ്പം അതിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾ ഒരുപാട് നന്മ ചെയ്യൽ അത് പരിധി വിട്ട് പ്രവർത്തിക്കുന്ന എന്തും ഒരു പരിധി വരെ ചെയ്ത് കൂടുതൽ ചെയ്യരുത് എന്നർത്ഥത്തിനാണ് അർത്ഥം. അപ്പോൾ ഏതായാലും ഇവിടെ വക്കത്തവഹമബാദവും ചില പണ്ഡിതന്മാർ ചില ആളുകൾ ഇവിടെ തെറ്റിദ്ധരിച്ചു. അന്നഹാദ ഈ പറഞ്ഞത് അന്നഹാദൽ മിസാലു ഈ ഉദാഹരണം മുക്കററുൻ ഇത് മുക്കറർ ഉദാഹരണമാണ്. ഹൈസുഖാൻ ലഫ്ദുൽ ആഖർ ഫിൽ അഷ്ഫി മിസ്രായിൽ അവലി കാരണം ഇവിടെ എന്താ ഉള്ളത് ഇവിടെ ഇത് മുക്കററിന് പറഞ്ഞ ഉദാഹരണമാണ്. കാരണം ഇവിടെ മറ്റേ ആ ലഫ്ദ് എന്നത് എവിടെയാണ് ഒന്നാം മിസ്രായിൻ്റെ നടുവിലാണ്. കമാഫിൽ ബൈത്തില്ലതി കബലോ തൊട്ട് മുമ്പിലെ ബൈത്തിലും നടുവിലായിരുന്നു ഇവിടെയും ഇവിടെ തന്നെ നടുവിലാണ് എന്ന് തെറ്റിദ്ധരിച്ചു. ഫലം യഅരിഫ് അന്നൽ ലഫ്ദൈനി ഫിൽ ബൈത്തൈനി സാബിഖൈനി മിമ്മ യജ്മഉ മൽ ഇഷ്തിഖാഖു വഫി ഹാദൽ ബൈത്തി മിമ്മ യജ്മഉ ശുബുൽ ഇഷ്തിഖാഖി ഫലം യഅരിഫ്. അപ്പം അങ്ങനത്തെ ആളുകൾ ഫലം യഅരിഫ് അവർ മനസ്സിലാക്കിയില്ല അന്നൽ ലഫ്ദൈനി ഫിൽ ബൈത്തൈനി സാബിഖി തൊട്ട് മുമ്പിൽ ബൈത്ത് പറഞ്ഞ അവിടെ വിഷയത മിമ്മ യജ്മഉ മൽ ഇഷ്തിഖാഖു മുത്തജാനിയോട് ഇഷ്തിഖാഖിന് നിലക്ക് മുൽഹക്കായതിന് ഉദാഹരണ പറഞ്ഞത്. ഒഫി ആദൽ ബൈത്ത് ഈ ബൈത്തിലോ മിമായ ജിമോമ ഷിബുൽ ഇസ്തിഖാഖ് ഇവിടെ ഷിബു ഇസ്തിഖാഖാണ് ഇവിടെ എന്തായിട്ടുള്ളത് മുത്തജാനിസിനോട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്തല്ല മുക്കറൊന്നല്ല ഷിബു മുസ്തിഖാഖിനോട് ചേർക്കപ്പെട്ടതിന് ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത്. വൽ മുസന്നിഫ് ലം യദ്കുർ മിൻ ഹാദൽ ഖിസ്മി ഇല്ലാ ഹാദൽ മിസാല ഇവിടെ ഇപ്പോൾ മുസന്നിഫ് മത്തിനിൽ ഈ ഒരു വിഭാഗത്തിൽ നിന്ന് ഷിബു ഇസ്തിഖാഖിൽ നിന്നും ഈ ഒരൊറ്റ ഉദാഹരണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് ചെയ്തിട്ടില്ല വേറെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇത്ര ഇനുണ്ട് അപ്പോൾ അതിൽ ഇത്ര ഇനം വരും അതിൽ ഇത്ര ഉദാഹരണമേ പറയുള്ളൂ മൂന്നെണ്ണം നമ്മൾ പറയില്ല എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ വീണ്ടും പറയുന്നത്. മുസന്നിഫ് എന്ത് ചെയ്തിട്ടില്ല ഈ ഇനത്തിൽ നിന്നും ഈ ഒരു ഉദാഹരണമല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. വഹമല സലാസ്തൽ ബാക്കിയത്ത ബാക്കി വരുന്ന തുടക്കത്തിൽ വരുന്ന അതുപോലെ തന്നെ ഒരു ബൈത്തിൻ്റെ അവസാനത്തിൽ മറ്റേ ബൈത്തിൻ്റെ അവസാനത്തിലും ഒരേ ബൈത്തിൻ്റെ തുടക്കത്തിൽ ലാസ്റ്റിലും വരുന്ന അങ്ങനത്തെ ഉള്ള 3 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടില്ല. അതിനെ അവഗണിച്ചു. അഹ്മല മുസന്നിഫ് അവഗണിച്ചു ആ സലാസത്തൽ ബാക്കിയത്ത ബാക്കിയുള്ള 3നെയും വഖദ് ഔറത്തുഹ ഫി ഷറഹിൽ ഞാനതിനെ കൊടുത്തിരിക്കുന്നു. വഖൗലുഹു മുസന്നിഫിൻ്റെ ഖൗല് ഫദഇൽ വഈദ ഫമാ വഈദുക ളാഇരി അത്വനീന അജ്നിഹത ദുബാബി ളീറു ഷറയിൽ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അവിടെ നോക്കുക ഇനി. അപ്പോൾ അത് ഇവിടെ എന്താവില്ല പറയില്ല എന്നർത്ഥം. ഇതിന് ഉദാഹരണമേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള നമ്മൾ ഇഷ്തിഖാഖിന് തന്നെ ഇനി വരാൻ പോകണം കേട്ടോ. ബാക്കി 3 ഷറയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക നോക്കുക. ഇനി ഫദഇൽ വഈദിനെ മുന്നറിയിപ്പിനെ നീ ഒഴിവാക്കി. ഫമാ വഈദുക നിൻ്റെ മുന്നറിയിപ്പല്ല എന്ത് ഇനി എനിക്കൊരു ബുദ്ധിമുട്ട് എത്തിക്കുമെന്ന് നിൻ്റെ ഒരു വാർത്ത ഉണ്ട് അത് നീ ഒഴിവാക്കിക്കോന്ന്. കാരണം നിൻ്റെ ഫമാ വഈദുക നിൻ്റെ ഈ മുന്നറിയിപ്പല്ല ളാഇരി എന്നത് പ്രയാസപ്പെടുത്തുകയില്ല എനിക്കതൊരു ബുദ്ധിമുട്ട് എത്തിക്കുകയില്ല. ആ ത്വനീന അജ്നിഹത്തി ദുബാബി യളീറു ചോദിക്കണം. ത്വനീന അജ്നിഹത്തി ദുബാബി ഈച്ചയുടെ ചിറകിൻ്റെ ആ മൂളലിൻ്റെ ഒച്ച ഉണ്ടല്ലോ. ത്വനീൻ എന്ന ശബ്ദം ആ മൂളൽ ശബ്ദം അജ്നിയത ദുബാബി ഈച്ചയുടെ ചിറകിൻ്റെ അടിക്കുന്ന ശബ്ദമല്ലേ അത് എളിയത് ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ? ഇല്ലല്ലോ. വഹാദ അപ്പം ഈ ബൈത്ത് ഫമായക്കൂനിൽ മുൽഹക്കുൽ ആഖർ ഇസ്തിഖാഖ് നിലക്ക് ഈ മറ്റേ മുത്തജാനിസിനിയോട് ചേർക്കപ്പെട്ട ആ മുൽഹക്ക് ളാഇരി എന്നുള്ളതാണ്. അത് ഫി ആഖിരി മിസ്രായിൽ അവലി ഒന്നാം മിസ്രായിൻ്റെ ലാസ്റ്റിലാണുള്ളത്. ളാഇരി കണ്ടില്ലേ മറ്റേത് ലാസ്റ്റും. വഖൗലുഹു
ഇനി ഒരേ ബൈത്ത് ലാസ്റ്റത്തെ ബൈത്തിൽ തന്നെ തുടക്കത്തിൽ ലാസ്റ്റ് വന്നതിന് മുൽഹക്ക് ഇഷ്തിഖാക്കിന് മുൽഹക്കിന് ഉദാഹരണം കേട്ടോ. വഖൗലു വേറെ കവിൻ്റെ വാക്ക് വഖദ് കാനത്തിൽ ബിയദുൽ ഖവാദിബ് ഫിൽ വഗ ബവാതീർ വഹിയൽ ആന മിൻ ബഅദിഹി ബത്തിറു. വഖദ് കാനത്തിൽ ബിയദുൽ കവാലിബ് ഏറ്റവും മൂർച്ചയുള്ള വാളുകൾ മുറിക്കുന്ന വാളുകൾ ഫിൽ വഗ യുദ്ധത്തിൽ സുയൂഫുൽ കവാത്യു ഫിൽ ഹർബ് എന്നർത്ഥം. യുദ്ധത്തിൽ മുറിക്കുന്നതായ വാളുകൾ ബവാത്തിറോ അത് വലിയ മൂർച്ചയുള്ളതാവുന്നു. ബവാത്ത് എന്ന കവാത്യു അത് ഏറ്റവും കൂടുതൽ മുറിക്കുന്നതാണ്. ലിഹുസ്നിസ്തിമാലി കാരണം അതിനെ ഉപയോഗിച്ച കാരണം കൊണ്ട് ആ വാളിനെ അദ്ദേഹം വളരെയധികം ഉപയോഗിച്ചുകൊണ്ട് അത് യുദ്ധത്തിൽ അങ്ങേയറ്റം മുറിക്കുന്നതായിരുന്നു. എന്നാൽ ഫഹിയ ആ വാൾ ഇപ്പോൾ മിംബാദി അദ്ദേഹം മരിച്ചു പോയതിനു ശേഷം ബത്തീറു അത് ബർക്കത്ത് പോയതാണ്. ജമ്മു അബുത്തറിൻ്റെ ജമ്മാണ് ബത്തീർ ബർക്കത്തില്ലാതായി പോയി. കാരണം ഇതിലും എബുക്ക ബായദഹു അദ്ദേഹത്തിന് ശേഷം ഉണ്ടായിരുന്നില്ല മൈ എസ്തൈമിലുഹ ആ വാളിനെ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾ ഇസ്തീമാലഹു അദ്ദേഹം ഉപയോഗിച്ചതുപോലെ ഇതിനെ ഉപയോഗിക്കാൻ കഴിയുന്ന ആളില്ല. അപ്പം അതിൻ്റെ ആ മൂർച്ചയ്ക്ക് ബർക്കത്ത് പോയി എന്നർത്ഥം. വഹാദ ഈ പറഞ്ഞത് നോക്കി ബവാത്തിർ എന്ന് ആ കവിതൻ്റെ ഫസ്റ്റിലുണ്ട് ബത്തിർ എന്ന് ലാസ്റ്റും ഉണ്ട്. അപ്പോൾ അതിൽ ഇഷ്തിഖാക്കൻ നിലയ്ക്ക് ചേർക്കപ്പെട്ടതാണ്. വഹാദ മിമ്മ യക്കൂനുൽ മുൽഹഖുൽ ആഖിറു ഇഷ്തിഖാക്കൻ ഫി സദ്രി മിസ്റായി സാനി. ഇവിടെ നോക്കി ഇവിടെ ബവാത്തിർ എന്നത് രണ്ടാമത്തെ മിസ്റായിൻ്റെ തുടക്കത്തിൽ ഉള്ളത് അതാണ് പറഞ്ഞത്, മറ്റേത് ലാസ്റ്റും. അപ്പം ഇങ്ങനെ ഉദാഹരണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ റദ്ദുൽ അജ്സിയ സ്വദരി എന്ന് പറയുന്ന ആ ഭാഗം തീർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ അതുവരെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ ആ ഉദാഹരണങ്ങൾ 4 രീതിയിൽ വരുന്നത് കൊണ്ട് ആ രീതിയിൽ എന്തായതാണ് ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. അതിൽ പറഞ്ഞ ഇനങ്ങളുടെ ഉദാഹരണങ്ങളൊക്കെ കൃത്യമായി എഴുതി അറിയിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.